കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വിശേഷിക്കപ്പെട്ട ഒന്നായിരുന്നു നികേഷ് കുമാറിന്റെ AKG സെന്ററിലേക്കുള്ള കടന്നുവരവ്. റിപ്പോർട്ടർ ചാനലെല്ലാം വിട്ടെറിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നു. ചാനൽ ചർച്ചകളിൽ വിരൽ ചൂണ്ടി വിധികൾ കൽപ്പിച്ചിരുന്ന ആ ശബ്ദം ഒടുവിൽ പാർട്ടിയുടെ സൈബർ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കാൻ എത്തിയപ്പോൾ സഖാക്കൾ ആവേശം കൊണ്ടു. എന്നാൽ ആ ആവേശം വെറും ജലരേഖയാവുകയാണ്. സൂക്ഷിച്ചു കേൾക്കുക. AKG സെന്ററിലെ ശീതീകരിച്ച മുറികൾക്കുള്ളിൽ ഇപ്പോൾ പുകയുന്നത് സാധാരണ ഒരു പ്രതിഷേധമല്ല. അത് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ആത്മാഭിമാനവും ഒരു മാധ്യമ പ്രവർത്തകന്റെ അമിത അധികാരവും തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ്. ദേശാഭിമാനിയോട് ചങ്കുറപ്പുള്ള 3 മുതിർന്ന പത്രാധിപർ എന്തിനാണ് നികേഷിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞത്? പിണറായി വിജയന്റെ ക്യാപ്സ്യൂൾ ഫാക്ടറി തകരുന്നു എന്നതിന് കൃത്യമായി സൂചനയാണിത്. MV രാഘവന്റെ മകൻ CPM-നെ ഉള്ളിൽ നിന്ന് തിന്നുമെന്ന പഴയ രാഷ്ട്രീയ ശത്രുക്കളുടെ പ്രവചനം ഇന്ന് അന്വർത്ഥമാവുകയാണ്. എന്താണ് ആ 45 അംഗ സൈബർ സെല്ലിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ വൻ പൊട്ടിത്തെറിയുടെ അണിയറ കഥകളും രഹസ്യങ്ങളും ഇതാ വെളിച്ചത്ത് വരുന്നു. നികേഷ് കുമാർ റിപ്പോർട്ടർ TVയിലെ തന്റെ ഓഹരികളും കരിയറും ഉപേക്ഷിച്ച് AKG സെന്ററിന്റെ പടി കയറുമ്പോൾ കേരളം ഒന്ന് അമ്പരന്നു. ഒരു കാലത്ത് ഭരണകൂടങ്ങളെ വിറപ്പിച്ച മാധ്യമ പ്രവർത്തകൻ ഒടുവിൽ ഭരണകൂടത്തിന്റെ PR വർക്കിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയായി നമ്മൾ കണ്ടു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നികേഷിനെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ തലപ്പത്ത് അവരോധിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൈബർ ഇടം ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സർക്കാരിന്റെ വീഴ്ചകളൊക്കെ മറച്ചുവെക്കാനും ഒരു മാസ്റ്റർ ബ്രെയിൻ വേണമെന്ന പാർട്ടി തീരുമാനത്തിന്റെ ഫലമായിരുന്നു ഇത്. എന്നാൽ ഒരു ചാനൽ സ്റ്റുഡിയോ നടത്തുന്നത് പോലെ പാർട്ടിയെ നയിക്കാൻ നോക്കിയ നികേഷിന് പണി കിട്ടിയത് നികേഷിന് സംഭവിച്ചത് വലിയ അമളുകളാണ്. KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് ഈ പേരുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം സഞ്ചരിച്ച മാധ്യമ പ്രവർത്തകരുടേതാണ്. ദേശാഭിമാനി എന്ന പത്രത്തെ നെഞ്ചോട് ചേർത്തവർ. ഇവർ എന്തിനാണ് നികേഷിനെതിരെ തിരിഞ്ഞത്? നികേഷ് കുമാർ എത്തിയതോടെ AKG സെന്ററിലെ സോഷ്യൽ മീഡിയ റൂം അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സ്റ്റുഡിയോ പോലെയായി. മുതിർന്നവരുടെ അനുഭവ സമ്പത്തിനെ പുച്ഛിച്ചു തള്ളുന്ന നികേഷിന്റെ ശൈലി മാന്യരായ മാധ്യമ പ്രവർത്തകർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായില്ല. കണ്ടന്റ് എന്ന് വേണം, ആരെ ആക്രമിക്കണം എന്ന കാര്യത്തിൽ നികേഷ് കുമാർ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങൾ അങ്ങ് എടുത്തു. ഇത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെ തകർക്കുന്നതാണെന്ന വികാരം ശക്തമായി. പ്രൊഫഷണലിസം വേഴ്സസ് ലോയൽറ്റി ആയിരുന്നു സംഭവിച്ചതെന്ന് പറയുന്നു. നികേഷ് കൊണ്ടുവന്ന പല പ്രൊഫഷണൽ രീതികളും പാർട്ടിയുടെ അടിത്തട്ടിലുള്ള അണികളിലേക്ക് എത്തുന്നില്ല. അത് വെറും ഗ്ലാമർ രാഷ്ട്രീയമായി ഒതുങ്ങിപ്പോകുന്നു. CPM-ന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ക്യാപ്സ്യൂളുകൾ. സൈബർ സഖാക്കൾ വഴി ഒരു നുണ 10,000 തവണ ആവർത്തിച്ച് സത്യമാക്കുന്ന രീതി. എന്നാൽ നികേഷ് കുമാർ വന്നതോടെ ഈ ക്യാപ്സ്യൂളുകൾ ചീറ്റിപ്പോകാൻ തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കടുത്ത അതൃപ്തിയിലാണ്. തന്റെ വികസന നേട്ടങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, സൈബർ സഖാക്കളുടെ അനാവശ്യ ഇടപെടലുകൾ വഴി സർക്കാർ വലിയ നാണക്കേടുകൾ ഏൽക്കേണ്ടി വരുന്നു. മേഖലാ ജാഥകളുടെ പ്രചാരണം വൻ പരാജയമായിരുന്നു. വലിയ ബഹളങ്ങളോടെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ പല ക്യാമ്പയിനുകളും ഫ്ലോപ്പായി മാറി. ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നികേഷ് കുമാറിനാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ണൂരിലെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ കണ്ണൂരിലെ താഴെത്തട്ടിലുള്ള സഖാക്കൾക്കിടയിലൊക്കെ വലിയ പ്രതിഷേധമാണുള്ളത്. MV രാഘവന്റെ മകനെ ഞങ്ങൾ എന്തിനെ ചുമക്കണം? ഈ ചോദ്യം പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം ഉയർന്നു കഴിഞ്ഞു. CMP കാലത്ത് CPM പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടിയ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചക്കാരനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് വലിയൊരു ചതിയായിട്ടാണ് അവർ കാണുന്നത്. നികേഷിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നടക്കുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും പാർട്ടിക്കുള്ളിലെ തന്നെ അസംതൃപ്തരായ സഖാക്കളുടേതാണെന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. AKG സെന്ററിൽ 45 പേരടങ്ങുന്ന വലിയൊരു സംഘമാണ് നികേഷിന്റെ കീഴിലുള്ളത്. ഉയർന്ന ശമ്പളവും സൗകര്യങ്ങളും ഇവർക്ക് നൽകുന്നുണ്ട്. റിസർച്ച് ടോപ്പിക് എന്ന പേരിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനാണ് ഇവർ ശമ്പളം വാങ്ങുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ഈ 45 പേരും നികേഷിന്റെ വ്യക്തിഗത PR ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. കണ്ടന്റ് റൈറ്റർമാരും എഡിറ്റർമാരും നികേഷിനെ പ്രീതിപ്പെടുത്തുന്ന തിരക്കിലാണ്. ഇതിനിടയിലാണ് പാർട്ടിയുടെ ഐഡിയോളജി നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിലും എന്ത് ഐഡിയോളജി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. മുതിർന്ന മാധ്യമ പ്രവർത്തകർ പടിയിറങ്ങിയതോടെ ഈ സംഘം ഇപ്പോൾ പൂർണ്ണമായും ദിശാബോധമില്ലാതെ ഉടലുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് BJP-യുടെ IT സെല്ലും കോൺഗ്രസിന്റെ ഡിജിറ്റൽ ടീമും ആധുനിക ഡാറ്റാ സയൻസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ തലത്തിൽ മോദി സർക്കാരിനെതിരെ പോരാടാൻ ഇന്ത്യ മുന്നണി ഒന്നിക്കുമ്പോൾ കേരളത്തിൽ സ്വന്തം പാളയത്തിലെ പടലപ്പിണക്കങ്ങൾ തീർക്കാനാണ് CPM സമയം ചിലവഴിക്കുന്നത്. അല്ലെങ്കിൽ CPM-ഉം CPI-യും ഇപ്പോൾ 2 വഴിക്കാണല്ലോ. നികേഷ് കുമാറിനെ പോലെയുള്ളൊരു ഔട്ട്സൈഡറെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചത് പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും വലിയൊരു മണ്ടത്തരമായി പോയി എന്നും സഖാക്കളൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ അതിനും മാത്രം ധൈര്യം അവർക്കുണ്ടോ എന്നതും സംശയമാണ്.
ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നടത്തുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. നികേഷ് കുമാർ നൽകുന്ന പല നിർദ്ദേശങ്ങളും പൊതുജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ളതാണെന്നും പറയുന്നു. വിലക്കയറ്റവും നികുതി വർധനവും കൊണ്ട് പൊറുതി മുട്ടുന്ന ജനത്തിന് മുന്നിൽ സർക്കാർ നേട്ടങ്ങളുടെ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങാൻ ആരും തയ്യാറല്ല. സോഷ്യൽ മീഡിയയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ നികേഷിന്റെ ടീം പലപ്പോഴും വാപൊളിച്ചു നിൽക്കുന്നുമുണ്ട്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സൈബർ വിഭാഗം പരാജയപ്പെട്ടു എന്ന ആക്ഷേപം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. നികേഷിനെ സംരക്ഷിക്കുന്നത് MV ഗോവിന്ദനാണെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയൊരു ചേരിതിരിവിന് കാരണമാകും. ഈ പൊട്ടിത്തെറി വെറുമൊരു രാജിയല്ല, അത് ഇടതുപക്ഷത്തിന്റെ തകർച്ചയുടെ ആരംഭമാണ്. ആരംഭം എന്ന് പറയാൻ പറ്റില്ല, തുടർച്ചയാണ്. പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചു വന്ന നികേഷിന് ഇപ്പോൾ ഇക്കരയും അക്കരയും ഇല്ലാത്ത അവസ്ഥയാണ്. റിപ്പോർട്ടർ TVയിലെ സ്വാധീനവും പോയി, പാർട്ടിയിലാകട്ടെ കടുത്ത ശത്രുക്കളും. അതായത് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ നികേഷ് കുമാർ എന്ന മാസ്റ്റർ ബ്രെയിൻ തന്നെ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടുമെന്നതിൽ സംശയമില്ല. അണികൾക്ക് വിശ്വാസമില്ലാത്തൊരു നേതാവിനെ കൊണ്ട് സോഷ്യൽ മീഡിയയെ പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ ദുരന്തത്തിന്റെ തിരക്കഥയാണ്. തിരക്കഥ പകുതിയോളം നമ്മൾ വായിച്ചു കഴിഞ്ഞു. മാധ്യമ പ്രവർത്തനത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചും നൈതികതയെക്കുറിച്ചും ചാനൽ ചർച്ചകളിൽ ക്ലാസ് എടുത്തിരുന്ന നികേഷ് കുമാർ ഒടുവിൽ ഭരണകൂടത്തിന്റെ കാൽക്കൽ തന്നെ തന്റെ നട്ടെല്ല് പണയം വെച്ച് AKG സെന്ററിലേക്ക് ചേക്കേറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങിയിരിക്കുന്നു. മൈക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം പറഞ്ഞിരുന്ന അതേ നാവ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്ന നുണക്കഥകൾ മെനയാനാണ്. എന്തായാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കും ആത്മാഭിമാനമുള്ള പഴയകാല സഖാക്കൾക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതിന്റെ വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വൻ പൊട്ടിത്തെറി. മാധ്യമ ലോകത്തെ തന്റെ ചക്രവർത്തി പദവി ഉപയോഗിച്ച് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച നികേഷിന് ലഭിച്ച തിരിച്ചടി അണികളിൽ നിന്നുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ്. സത്യം പറഞ്ഞാൽ MV രാഘവന്റെ മകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലേക്ക് വിരുന്നു വന്നത് പാർട്ടിയെ സ്നേഹിച്ചിട്ടല്ല, മറിച്ച് തന്നെ നഷ്ടപ്പെട്ട ബിസിനസ് സാമ്രാജ്യവും സ്വാധീനവും തിരിച്ചുപിടിക്കാനാണെന്ന ബോധ്യം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്ന് കെട്ടിപ്പോക്കിയ ഈ സൈബർ കോട്ട വെറും ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. 45 പേരടങ്ങുന്ന കൂലിപ്പടയ്ക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് നികേഷ് ശ്രമിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ പട്ടിണിയും നികുതി ഭാരവും ക്യാപ്സ്യൂളുകൾ കൊണ്ട് മറച്ചു പിടിക്കാമെന്നത് നികേഷിന്റെ കേവലം വ്യാമോഹം മാത്രമാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ നികേഷിന്റെ അഹന്തയ്ക്കും ഏകാധിപത്യത്തിനും മുന്നിൽ വഴങ്ങാതെ പടിയിറങ്ങിയത് പാർട്ടിക്കുള്ളിലെ ഒരു വലിയ കലാപത്തിന്റെ തുടക്കമാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറയെ തകർക്കുന്ന ഈ കോർപ്പറേറ്റ് ശൈലി കേരളം അംഗീകരിക്കില്ല. നികേഷ് കുമാറിനെ പോലെയുള്ള അവസരവാദികൾ പാർട്ടിയെ നയിക്കുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ പോരാളികൾ നിശബ്ദരാക്കപ്പെടുന്നു. തന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് എതിരാളികളെ വിറപ്പിച്ചിരുന്ന നികേഷ് ഇന്ന് സ്വന്തം സഹപ്രവർത്തകർക്ക് മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതിലും വലിയൊരു നാണക്കേട് ഒരു രാഷ്ട്രീയക്കാരന് വരാനില്ല. എന്നാലും നികേഷിന്റെ ഈ ഒരു കഴിവിനെ കൈയടിച്ച് പാസ്സാക്കണം. കാരണം പ്രതികാരം ഇങ്ങനെയും തീർക്കാം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകാൻ പോകുന്ന വിധി നികേഷിനും അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ ഒരു അവിയൽ സൈബർ രാഷ്ട്രീയത്തിനും വലിയൊരു തിരിച്ചടിയായിരിക്കും. നുണകൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ ഓർക്കുക, സത്യത്തിന്റെ വെളിച്ചത്തിൽ ആ കോട്ടകൾ നിഷ്പ്രഭമാകും. നികേഷിന്റെ ഈ രാഷ്ട്രീയ വേഷപ്പകർച്ചയ്ക്ക് കേരളം അർഹമായ മറുപടി തന്നെ നൽകും. എന്തായാലും ഗോവിന്ദന്റെ വീണ്ടും ഒരു പ്ലാൻ പൊളിഞ്ഞിരിക്കുകയാണ്. പിണറായിക്കും ഒരു അടി കൂടി കിട്ടിയിരിക്കുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്തായാലും ഇവിടെ തന്നെ അനുഭവിച്ച് തീർന്നിട്ടല്ലേ പോകാൻ സാധിക്കൂ. അങ്ങനെ ആ ഒരു പാപഭാരം ഇറക്കി വെച്ചതിൽ ഇതൊന്നും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൂട്ടാം, അല്ലെ? എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.